പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ സ്വർഗാതിരുന്നാളിൻ്റെ ആശംസകൾ ഏവർക്കും നേരുന്നു. മുമ്പുണ്ടായിരുന്ന കാലത്തേക്കാളും അത് ഊട്ടുപെരുന്നാളായിട്ട് ആഘോഷിക്കാൻ അന്തിക്കടക്കാരെ കാണിക്കുന്ന ആ മാതൃസ്നേഹം ഞാൻ പ്രത്യേകിച്ച് എടുത്തു പറയുകയാണ്. ഇതിൽ സംബന്ധിക്കുന്നവർക്കും ഭക്ഷണം ഉണ്ടാക്കുന്നവർക്കും ഭക്ഷണ പദാർത്ഥങ്ങൾ സ്പോൺസർ ചെയ്തവർക്കും അതുപോലെ തന്നെ മറ്റ് മതസ്ഥരായിട്ട് അവിടെ ഭക്ഷണം കഴിക്കാനായിട്ട് വരുന്ന എല്ലാവർക്കും തിരുനാളിൻ്റെ ആശംസകൾ ഞാൻ നേരുന്നു. മാതാവിൻ്റെ ആ മാതൃത്വ സ്നേഹം അനുഭവിക്കാൻ ഏവർക്കും സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ ഐശ്വര്യവും എല്ലാവിധ സ്നേഹവും ഞാൻ നിങ്ങൾക്കായിട്ട് പങ്കുവയ്ക്കുകയാണ്. യേശുവിന് ജന്മം നൽകിയ ആ മാതാവിൻ്റെ ശരീരം മണ്ണിൽ ലയിക്കുവാൻ അനുവദിക്കാതെ കണ്ട് ഉടലോട് കൂടിയിട്ട് സ്വർഗത്തിലേക്ക് സ്വർഗാരോപിതയായിട്ടാണ് മാതാവ് പോയത്. അവിടെ സ്വർഗഭൂലോകങ്ങളുടെ രാജ്ഞിയായിട്ട് കിരീടമണിഞ്ഞ് മാതാവ് അവിടെ സന്നിഹിതയാണ്. അപ്പോൾ നമുക്ക് മധ്യസ്ഥയായിട്ട്, പ്രത്യേകിച്ചും അന്തിക്കാട് ഇടവക്കാർക്ക് മധ്യസ്ഥയായിട്ട് അവിടെ കന്യാമറിയം സ്വർഗത്തിലുണ്ട്. ഏത് കാര്യവും കാനായിലെ കല്യാണ വിരുന്നിൽ അവനും പറയുന്നത് ചെയ്യുവിൻ എന്ന് പറഞ്ഞപ്പോൾ പച്ചവെള്ളം വീഞ്ഞായതുപോലെ നമുക്കും നമ്മുടെ ആവശ്യങ്ങൾ മാതാവിനോട് പറയുമ്പോൾ മാതാവ് മുൻകൂട്ടി കണ്ടുകൊണ്ട് നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റി തരുമെന്നുള്ള വിശ്വാസത്തിൽ ജീവിക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാം. അതായിരിക്കട്ടെ മാതാവിനോട് നമുക്ക് ചെയ്യാനുള്ള ഏറ്റവും വലിയ നന്ദി പ്രകാശനം. ഓക്കെ, താങ്ക് യു.